ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൂസ് ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പനങ്കൽക്കണ്ടത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് പനങ്കൽക്കണ്ടം ഒരിക്കലും നമ്മൾ നേരിട്ട് ഉപയോഗിക്കരുത്. നേരിട്ട് ഇതേപോലെ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ കൂടുതലായിട്ടും കുട്ടികൾക്ക് ഇങ്ക് വരകാനൊക്കെ ആയിട്ടാണ് നമ്മൾ പനങ്കൽക്കണ്ടം ഉപയോഗിക്കുക. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിയത് എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പനങ്കൽക്കണ്ടം നേരിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ കണ്ടില്ലേ, ധാരാളം ഇതേപോലെ അഴുക്കുകളും കരടുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് പനങ്കൽക്കണ്ടം നന്നായി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഈ കൽക്കണ്ടം മുഴുവനായിട്ട് അരിഞ്ഞ് വെള്ളത്തിനോട് ചേർന്ന് അലിഞ്ഞ് മാറണം. അങ്ങനെ അലിഞ്ഞ് മാറുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുന്ന കരടുകളെല്ലാതും പുറത്തേക്ക് പോരും. നന്നായിട്ട് പനങ്കൽക്കണ്ടം ഉരുകി തേന് പോലെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് പാകം. അപ്പോൾ നമ്മളിത് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പ എടുത്തിട്ട് അരിക്കുമ്പോൾ കാണാം അതിലുണ്ടായിരിക്കുന്ന അഴുക്കുകളെല്ലാം ഇതേപോലെ അരിപ്പയിൽ വന്ന് അടിഞ്ഞു കിടക്കും. എന്നിട്ട് നമ്മളത് ഒരു കുപ്പിയിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരു കുപ്പി ഉപയോഗിക്കുന്ന കുപ്പിയാണത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. ഇത് പുറത്തൊരിക്കലും വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ കുറേ കാലം ഉപയോഗിക്കാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.